പരാതി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പോഴേക്കും ശ്രീ വി ഡി സതീശനെതിരെയും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും നീണ്ട രാഷ്ട്രീയ പാരമ്പര്യവും പ്രവർത്തനവുമുള്ള ആളുകൾക്കെതിരെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അണികൾ ഇവരൊന്നും പൊട്ടന്മാരായിട്ടല്ല അവനെ ആദ്യമേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ശ്രീമതി ഷഹനാസ്, നമ്മൾ ആ പരാതി വായിച്ചാൽ വലിയ ദുഃഖം സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകും. അത്രയും ക്രൂരമായ കാര്യങ്ങളാണ്. ഒരാളെ കണ്ട മാത്രമേ, അവരുടെ ഫസ്റ്റ് മീറ്റിങ്ങിലാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലുള്ള അനുഭവം, ആ ട്രോമ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അനുഭവം ആ സ്ത്രീക്കുണ്ടായത്. അതിനുശേഷവും അവർ പല നിലയിൽ വലിച്ചിഴക്കപ്പെട്ടു. അവരെ കൊണ്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിപ്പിക്കാനുള്ള ശ്രമം നടന്നത് ഇപ്പോൾ ആ ചാറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. 2024 ഡിസംബർ മാസത്തിലാണ്, അതായത് MLA ആയതിനു ശേഷമുള്ള ഘട്ടത്തിലാണ്. അപ്പോൾ ഒരാൾ കേൾക്കുന്ന പരുക്ക്, മാനസികവും ശാരീരികവുമായി ഏൽക്കുന്ന പരുക്ക്, കുറച്ച് ദിവസം ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നീട് തിരിച്ചു വരുമ്പോൾ ഒരു ഘടകം പോലും ആവാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാത്ത വിധത്തിലുള്ള ഒരാളായി ഒരു ജനപ്രതിനിധി മാറി, അല്ലെങ്കിൽ അതൊരു ശീലമായിരുന്നു. ആ രണ്ടാമത്തെ പരാതിയിൽ ഏതാണ്ട് ഇതേ മട്ടിലുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അതൊരു ശീലമായിരുന്നു എന്നുകൂടി വ്യക്തമാവില്ലേ ആ പരാതി വായിക്കുമ്പോൾ? സത്യത്തിൽ എന്താണെന്നറിയോ, ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ സ്ത്രീകളെ അപമാനിക്കുന്ന, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്ക് കേരളത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത എന്താണ് എന്നാണ് സത്യത്തിൽ മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ ഇന്നത്തെ ഈ പരാതിയിൽ അവർ പറയുന്നുണ്ട്, ഈ പരാതികളിൽ അധികവും വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെ, അത് വിവാഹം കഴിഞ്ഞ് വിവാഹബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഉള്ള സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ അവരുടെ ഇടയിൽ കയറി ചെന്ന് ഭർത്താവിനെ ഉപേക്ഷിച്ച് വരൂ, നിനക്കൊരു കുഞ്ഞുണ്ടായാലേ എൻ്റെ വീട്ടിൽ അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ത്രീകളെയും ഒരേ സീരീസിൽ അവരെ കടന്നാക്രമിച്ച് അവരെ ഗർഭിണികളാക്കുകയും എന്നിട്ട് പിന്നെ ആ കുഞ്ഞ് ജന്മങ്ങളെ, ഭൂമിയിൽ പിറവിയെടുക്കാത്ത ജന്മങ്ങളെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന് ഒരു ഫാർമസി അടക്കമുള്ള സംരംഭം ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഈ ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ അദ്ദേഹത്തിന് ഇതുപോലെയുള്ള അബോർഷൻ ചെയ്യാനുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായി, ഇപ്പോൾ ഫെന്നി നൈനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്നും ഈ അതിജീവിത കൂടി പറഞ്ഞിട്ടുള്ള പേരുകളിൽ ഒന്ന് ഫെന്നി നൈനാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട്. അത് ഏത് രാഷ്ട്രീയമായാലും ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു ഭീകരത ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ, ആ സ്ത്രീയിൽ ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനൊക്കെ ഇവിടെ തയ്യാറെടുക്കുന്ന ഒരു തലമുറ. ഇവിടെ നമ്മൾ കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആളുകളൊക്കെ മാതൃകയാക്കാവുന്ന രീതിയിൽ രാഷ്ട്രീയം നമുക്കിവിടെ കാഴ്ചവെച്ചിട്ടുള്ള ഇടത്ത് നിന്ന് അധികാരം ഉപയോഗിച്ച് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് ഒരു സ്ത്രീയോട് സ്വന്തം അധികാരം ഉപയോഗിച്ച് അവരെ ചോദ്യം ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി വളർന്നിട്ടുണ്ട്. അതിന് സഹായം ചെയ്യുന്ന ഒരുപാട് പ്രേരണകൾ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇത്രത്തോളം ഭീകരനാണ് അദ്ദേഹം എന്നുള്ളത് പാർട്ടിയിലെ നേതാക്കന്മാർ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് വ്യക്തമായി ധാരണയുള്ളത്. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ MLA, ശ്രീ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരൊന്നും പൊട്ടന്മാരല്ല എന്ന് നമ്മളെ കേരളത്തിലെ സമൂഹം മനസ്സിലാക്കണം. അണികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരു പരാതി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പോഴേക്കും ശ്രീ വി ഡി സതീശനെതിരെയും ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും നീണ്ട രാഷ്ട്രീയ പാരമ്പര്യവും പ്രവർത്തനവുമുള്ള ആളുകൾക്കെതിരെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അണികൾ അത് ഒരു എന്താ പറയുക, ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്നു. എന്നിട്ട് അവർ പറയുകയാണ് ഇവരുടെ ഒരു ഉദ്ദേശമാണ് വളർന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ. ഇവരൊന്നും പൊട്ടന്മാരായിട്ടല്ല അവനെ ആദ്യമേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അവർക്കറിയാം, അവർക്ക് അതിനുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്, അതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ ഏറ്റവും എന്താ പറയുക ശക്തമായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു വ്യക്തിയെ ഒറ്റയടിക്ക് വേറെ ഒന്നിനും കാത്തു നിൽക്കാതെ പുറത്താക്കണമെങ്കിൽ, സസ്പെൻഡ് ചെയ്യണമെങ്കിൽ, പിന്നീട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ വിഡ്ഢികളല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരാതികൾ അത്രയും ശക്തമായി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇനി അദ്ദേഹത്തെ
അയോഗ്യനാക്കേണ്ടത് നിയമസഭാ സ്പീക്കർ അടക്കമുള്ള അതിൻ്റെ കാര്യമായിട്ടുള്ള വിവരം എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ അയോഗ്യനാക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതിനി തീരുമാനമെടുക്കേണ്ടത് ഭരണപക്ഷമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു ഗതികേട് കേരള പോലീസിനുണ്ടായിരുന്നു. ആദ്യത്തെ 2 പരാതികളിലും അദ്ദേഹം നമ്മുടെ കേരള പോലീസിനെ എവിടം വരെ ഓടിച്ചു എന്നുള്ള കാരണം നമുക്കറിയാം. ഇതൊക്കെ വരുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ വിചാരിക്കുകയാണ്, രാഷ്ട്രീയ ഭേദമന്യേ ഈ പീഡകർക്കൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നിൽക്കുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഈ ഭരണകൂടം നിൽക്കുന്നുണ്ടോ ഉള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടുന്ന് ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലുക്കൗട്ട് നോട്ടീസ് ഇവിടെ മുഴുവൻ ഒട്ടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഗതികേടല്ലേ? എത്ര കേസുകൾ അന്വേഷിച്ച് വലിയ രീതിയിൽ പ്രശംസ അർഹിച്ചിട്ടുള്ള ആളുകളാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ പീഡകർ വരുമ്പോൾ എല്ലാവരും ഒന്നിക്കുന്നു എന്നുള്ള അവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടാവരുത്. പീഡനം വരുമ്പോൾ, സ്ത്രീകളെ ചൂഷണം വരുമ്പോൾ അതിലൊരു രാഷ്ട്രീയം നിങ്ങൾ ആരും കാണരുത് എന്നാണ് പറയാനുള്ളത്. കാരണം സ്ത്രീകൾക്കൊപ്പം നിൽക്കുക എന്ന മാന്യത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്. ഇവിടെ ഇരയാക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട്, സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട്, ഭ്രൂണഹത്യയിൽ തന്നെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ ആലോചിച്ചിട്ട് എന്താ പറയുക, ഈ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാതൃകയാകേണ്ടത് അനിവാര്യമായ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.